സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണെന്ന് തെളിയിക്കുന്ന 6 തെളിവുകൾ. അതുമായാണ് ധ്രുവ് രാത്തിയുടെ പുതിയ വീഡിയോ. मैं इस वीडियो में 6 सबूत आपको दिखाऊंगा, 6 क्लियर कट सबूत इस चीज के। और मैं चैलेंज करता हूं मोदी सरकार को और इलेक्शन कमीशन को कि इन सबूतों को काउंटर करके दिखा दें। എന്തൊക്കെയാണ് ആ 6 തെളിവുകൾ? ധ്രുവിന്റെ വീഡിയോയിൽ നിന്നെടുത്ത പ്രസക്തമായ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഒരുപക്ഷെ രാജ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അനീതി നിറഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാറിൽ നടന്നത് എന്നാണ് ധ്രുവ് രാത്തി പറയുന്നത്. പ്രതിപക്ഷം ദയനീയമായി പരാജയപ്പെട്ടത് കൊണ്ടല്ല വോട്ട് മോഷണം എന്ന കാരണം പറയുന്നതെന്നും വോട്ട് മോഷണം എന്നത് വെറുമൊരു കഥയല്ല, മറിച്ച് ഒരു യാഥാർത്ഥ്യമാണെന്നും ധ്രുവ് കൂട്ടിച്ചേർക്കുന്നു. താൻ പറയുന്ന 6 തെളിവുകളെ എതിർക്കാൻ മോദി സർക്കാരിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വെല്ലുവിളിക്കുന്നുവെന്നും വീഡിയോയിലൂടെ ആദ്യഘട്ടത്തിൽ ധ്രുവ് പറയുന്നുണ്ട്. ധ്രുവ് പറഞ്ഞ 6 തെളിവുകളിലേക്ക് പോകാം. ഒന്നാമത്തേതും ഏറ്റവും വലിയതുമായ തെളിവ് 10,000 രൂപ കൊടുത്ത സംഭവമാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് വെറും 6 ദിവസം മുമ്പ് ഒക്ടോബർ 31-ന്, രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് 4 ദിവസം മുമ്പ് നവംബർ 7-നും ബീഹാറിലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വീതം എത്തി. ഇത് നേരിട്ടുള്ള നിയമവിധേയമായ കൈക്കൂലിയായിരുന്നു. ഇതിലൂടെ വോട്ടർമാരെ സ്വാധീനിച്ചു. ചെറുകിട ബിസിനസ് തുടങ്ങാൻ ഓരോ കുടുംബത്തിലെയും ഒരു സ്ത്രീക്ക് 10,000 രൂപ നൽകുമെന്ന് പറഞ്ഞ് ഈ പദ്ധതിയിൽ ആകെ 1,25,00,000 പേർക്ക് 10,000 രൂപ വീതം ഇങ്ങനെ കിട്ടി. ഇതോടൊപ്പം 6 മാസത്തിന് ശേഷം ഈ സ്ത്രീകൾക്ക് 1,00,000 രൂപ വരെ സഹായം നൽകുമെന്നും സർക്കാർ വാഗ്ദാനം ചെയ്തു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ സ്ത്രീകൾക്ക് ജീവിക സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ ചേരണമായിരുന്നു. ഈ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട സ്ത്രീകളെ ജീവിക ദീദി എന്ന് സർക്കാർ വിളിച്ചു. ഒറ്റനോട്ടത്തിൽ ഇതൊരു ക്ഷേമ പദ്ധതിയാണ് എന്ന് ധ്രുവ് രാത്തി പറയുന്നു. എന്നാൽ ഇവിടുത്തെ പ്രശ്നം ഇത് കൊടുത്ത സമയവും ഇത് നടപ്പാക്കിയ രീതിയുമാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സെപ്റ്റംബറിലാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. തെരഞ്ഞെടുപ്പ് സമയത്തും സ്ത്രീകൾക്ക് പണം നൽകി വോട്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചു. 10,000 രൂപ കൊടുത്ത ശേഷം അവർക്ക് 1,00,000 വാഗ്ദാനം നൽകി. അതായത് ഇതിന്റെ ബാക്കി പണം പിന്നീട് വേണമെങ്കിൽ, ലക്ഷക്കണക്കിന് രൂപ പിന്നീട് വേണമെങ്കിൽ തങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്നാണ് NDA സർക്കാർ സ്ത്രീകളോട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെയാണ് എന്നാണ് ധ്രുവ് ചൂണ്ടിക്കാട്ടുന്നത്. കാരണം മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൽ സർക്കാർ ആർക്കും പണം നൽകാൻ പാടില്ല എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ. ബീഹാറിൽ ഒക്ടോബർ 6-നാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. എന്നാൽ അതിനുശേഷം ഒക്ടോബർ 17, ഒക്ടോബർ 24, ഒക്ടോബർ 31, നവംബർ 7 വരെ സ്ത്രീകൾക്ക് 10,000 രൂപ വീതം നൽകിക്കൊണ്ടേയിരുന്നു. നമ്മുടെ രാജ്യ ചരിത്രം പരിശോധിച്ചാൽ സംസ്ഥാന സർക്കാരുകൾ എപ്പോഴെങ്കിലും ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അപ്പോഴെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വിലക്കിയിട്ടുണ്ടെന്ന് ഉദാഹരണ സഹിതം ധ്രുവ് രാത്തി ചൂണ്ടിക്കാട്ടുന്നു. 2004 മാർച്ചിൽ തമിഴ്നാട്ടിലെ ജയലളിത സർക്കാർ കർഷകർക്ക് പണം നൽകാൻ ഒരുങ്ങിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് തടഞ്ഞു. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് 1 വർഷം മുമ്പ് തന്നെ ഈ ജയലളിത സർക്കാരിന്റെ ആ പദ്ധതി നിലവിൽ ഉണ്ടായിരുന്നിട്ടും കമ്മീഷൻ അത് തടഞ്ഞു. അതുപോലെ 2011 മാർച്ചിൽ തമിഴ്നാട്ടിൽ തന്നെ DMK സർക്കാരിന്റെ സൗജന്യ കളർ TV നൽകുന്ന പദ്ധതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുപോലെ തടഞ്ഞു. ഈ പദ്ധതിയും 2006 സെപ്റ്റംബർ മുതൽ നിലവിലുണ്ടായിരുന്നു. ഏറ്റവും പുതിയ ഉദാഹരണം നോക്കൂ. 2024 മാർച്ചിൽ ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ 6 പദ്ധതികളിലായി ജനങ്ങൾക്ക് 14,000 കോടി രൂപ കൈമാറുന്നത് കമ്മീഷൻ വിലക്കി. 2023 നവംബറിൽ തെലങ്കാനയിലെ BRS സർക്കാർ കർഷകർക്ക് ഏക്കറിന് 5,000 രൂപ വീതം നൽകാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞു എന്ന് ധ്രുവ് രാത്തി ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ബീഹാറിൽ ഇതെല്ലാം അനുവദിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ നടന്നത് ഒരുതരം കൈക്കൂലി തന്നെയാണെന്ന് വ്യക്തമാകുന്നു എന്നാണ് ധ്രുവ് രാത്തി വീഡിയോയിലൂടെ പറയുന്നത്. വോട്ടെടുപ്പ് സമയത്ത് 1,80,000-ലധികം ജീവിക ദീദിമാരെ വോളണ്ടിയർമാരായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചു. അതായത് 10,000 രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ തന്നെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച സംഭവം. ഈ ഒരു ഒറ്റ കാര്യം മതി മുഴുവൻ തെരഞ്ഞെടുപ്പും റദ്ദാക്കാനെന്ന് ധ്രുവ് രാത്തി ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ബീഹാറിൽ അതെല്ലാം നടന്നു എന്ന് അദ്ദേഹം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു. രണ്ടാമത്തെ തെളിവായി ധ്രുവ് രാത്തി ചൂണ്ടിക്കാട്ടുന്നത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നേരത്തെ വോട്ട് ചെയ്ത നിരവധി പേർ ബീഹാറിലും വോട്ട് ചെയ്തു എന്ന 100 കണക്കിന് ഉദാഹരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പുറത്തു വന്നു. ഒരാൾക്ക് 2 or 3 എപ്പിക് നമ്പറുകൾ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടപ്രകാരം ഇത് തീർത്തും അസാധ്യമാണ്. ഇത് ആൾട്ട് ന്യൂസിലെ സുബൈറും താനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവർ നടപടിയൊന്നും എടുത്തില്ല എന്ന് ധ്രുവ് രാത്തി പറയുന്നു. പരസ്യമായി തന്നെ ഇത്രയധികം ഉദാഹരണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ
വിവിധ സംസ്ഥാനങ്ങളിൽ പോയി വോട്ട് ചെയ്യുന്ന എത്രയോ അറിയപ്പെടാത്ത BJP പ്രവർത്തകർ ഉണ്ടാകുമെന്ന് ആലോചിച്ചു നോക്കൂ എന്നാണ് ധ്രുവ് രാത്തി പറയുന്നത്. ബീഹാറിൽ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെ നീക്കം ചെയ്യാനാണ് SIR നടത്തിയത് എന്നാണ് കമ്മീഷൻ പറഞ്ഞത്. എന്നിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ എങ്ങനെ അവശേഷിച്ചു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് വെബ്സൈറ്റ് മാസങ്ങളുടെ അന്വേഷണത്തിന് ശേഷം കണ്ടെത്തിയ ഒരു സംഭവമുണ്ട്. ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടികയിൽ 14.35 ലക്ഷം സംശയാസ്പദമായ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുണ്ട് എന്നാണ് അവർ കണ്ടെത്തിയത്. അതിൽ 3.42 ലക്ഷം പേരുടെ 2 വോട്ടർ ഐഡിയിലും, അവർക്ക് 2 വോട്ടർ ഐഡികളുണ്ട്, അതിൽ 2ലും വയസ്സും മറ്റു വിവരങ്ങളും ഒന്നായിരുന്നു. ബീഹാറിൽ ഉടനീളം കുറഞ്ഞത് 3 വോട്ടുകളെങ്കിലും ഉള്ള ആയിരക്കണക്കിന് വോട്ടർമാരുണ്ട് എന്നും ഈ വെബ്സൈറ്റിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യം ധ്രുവ് രാത്തി വീഡിയോയിലൂടെ ചൂണ്ടിക്കാട്ടുന്നു. ഈ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെ നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വളരെ ലളിതമായ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാമായിരുന്നു. അവർ നേരത്തെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബീഹാറിന്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചില്ല എന്നുള്ള കാര്യവും ധ്രുവ് രാത്തി വീഡിയോയിലൂടെ ചൂണ്ടിക്കാട്ടുന്നു. മൂന്നാമത്തെ തെളിവിലേക്ക് പോകാം. അതിൽ കപിൽ സിബൽ ചൂണ്ടിക്കാണിച്ച നവംബർ 3 ഹരിയാനയിൽ നിന്ന് ബീഹാറിലേക്ക് ഓടിച്ച അനധികൃത ട്രെയിനുകളെ കുറിച്ചാണ് ധ്രുവ് രാത്തി പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ പേജ് 10 സ്റ്റോറീസ് ചെയ്തിരുന്നു. ഈ തംബ്നെയിലിൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. 4 ട്രെയിനുകളാണ് ഹരിയാനയിൽ നിന്ന് ബീഹാറിലേക്ക് ഓടിച്ചത് എന്നാണ് കപിൽ സിബൽ ചൂണ്ടിക്കാണിച്ചത്. വോട്ടർമാരെ ബീഹാറിലേക്ക് കൊണ്ടുവരാൻ BJP സ്വന്തം ചെലവിൽ ഭക്ഷണവും വെള്ളവും ഏർപ്പാടാക്കി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേക ട്രെയിനുകൾ ഓടിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഇതിലെന്താണ് തെറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാമെന്ന് ധ്രുവ് രാത്തി പറയുന്നു. വോട്ടർമാരെ വോട്ട് ചെയ്യാൻ കൊണ്ടുപോകുന്നു, ഇതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കുന്ന ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് 1951 ഒരു സ്ഥാനാർത്ഥിക്കും സ്വന്തം ചെലവിൽ വാഹനം വാടകയ്ക്കെടുത്ത് ആളുകളെ വോട്ട് ചെയ്യാൻ അയക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ അത് അഴിമതിയായി കണക്കാക്കപ്പെടും. അതായത് ഒരു നഗരത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് പോലും വോട്ടർമാരെ സൗജന്യ യാത്ര നൽകി അല്ലെങ്കിൽ സൗജന്യമായി കൊണ്ടുപോകുന്നത് പോലും തെറ്റാണ്. എന്നാൽ ഇവിടെ ഹരിയാനയിൽ നിന്ന് ബീഹാറിലേക്ക് പ്രത്യേക ട്രെയിനുകളിൽ ആളുകളെ കൊണ്ടുപോയി. SIR സമയത്ത് BJP തങ്ങളുടെ വിശ്വസ്തരായ വോട്ടർമാരെ തിരിച്ചറിയുകയും അവരുടെ പേരുകൾ നീക്കം ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും പിന്നീട് അവരെ ബീഹാറിൽ വോട്ട് ചെയ്യാൻ അയക്കുകയും ചെയ്തുവെന്ന് ആം ആദ്മി പാർട്ടിയുടെ സൗരവ് ഭരദ്വാജ് ആരോപിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയും ഇതേ കാര്യം പറഞ്ഞിരുന്നു. BJPക്കാർ പരസ്യമായി വിവിധ സംസ്ഥാനങ്ങളിൽ കറങ്ങി നടന്ന് വോട്ട് ചെയ്യുന്നു, തെളിവുകളെല്ലാം നശിപ്പിക്കുന്നു. എന്നാൽ എല്ലാം പൊതുമധ്യത്തിൽ ലഭ്യമാണ് എന്നും ധ്രുവ് രാത്തി പറയുന്നു. നാലാമത്തെ തെളിവായി ധ്രുവ് അവതരിപ്പിക്കുന്നത് അട്ടിമറിച്ച CCTV നിയമങ്ങളാണ്. CCTV നിയമങ്ങളിൽ മാറ്റം വരുത്തി ക്രമക്കേടുകളുടെ എല്ലാ തെളിവുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നശിപ്പിച്ചു എന്ന് ധ്രുവ് രാത്തി പറയുന്നു. പോളിംഗ് ബൂത്തുകളിലെ CCTV ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരാൾ തന്നെ 2 സ്ഥലങ്ങളിൽ വോട്ട് ചെയ്യുന്നുണ്ടോ, മറ്റ് ക്രമക്കേടുകൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ, ഇതെല്ലാം ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമായി അറിയാം. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CCTV ദൃശ്യങ്ങൾ മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കമ്മീഷൻ CCTV നിയമം തന്നെ മാറ്റിമറിച്ചു. നേരത്തെ ദി കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് 1961 പ്രകാരം ആർക്കും ഫീസ് നൽകി തെരഞ്ഞെടുപ്പ് രേഖകൾ ആവശ്യപ്പെടാം എന്നൊരു നിയമമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ രേഖകൾ നൽകേണ്ടതുണ്ട്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2024 ഡിസംബറിൽ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി അഭിഭാഷകനായ മഹ്മൂദ് പ്രാച്ചയ്ക്ക് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിന്റെ CCTV ദൃശ്യങ്ങൾ നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ഉത്തരവിട്ടിരുന്നു. CCTV ദൃശ്യങ്ങളും തെരഞ്ഞെടുപ്പ് രേഖകളിൽ ഉൾപ്പെടുമെന്നും അതിനാൽ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് നൽകണമെന്നും ഹൈക്കോടതി അന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ ഉത്തരവ് വന്ന് ദിവസങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉപദേശപ്രകാരം മോദി സർക്കാർ 1961 തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയെന്ന് ധ്രുവ് രാത്തി പറയുന്നു. ഏതൊക്കെ തെരഞ്ഞെടുപ്പ് രേഖകൾ ആവശ്യപ്പെടാമെന്ന് സർക്കാർ പ്രത്യേകം നിർവചിച്ചു. CCTV ദൃശ്യങ്ങളെ ഈ ആവശ്യപ്പെടാവുന്ന രേഖകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. കാര്യം ഇവിടെ തീരുന്നില്ല. ഇതിനുശേഷം 2025 ജൂണിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റൊരു നിയമമുണ്ടാക്കി. 45 ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്യപ്പെട്ടില്ല എങ്കിൽ പോളിംഗ് ബൂത്തിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുമെന്നാണ് ആ നിയമം. അതായത് ഒന്നാമത് CCTV ദൃശ്യങ്ങൾ തരില്ല, രണ്ടാമത് 45 ദിവസങ്ങൾക്കുള്ളിൽ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അമ്മ പെങ്ങന്മാരെ വെച്ച് വിചിത്രമായ ന്യായീകരണവും പറഞ്ഞുവെന്ന് ധ്രുവ് ചൂണ്ടിക്കാട്ടുന്നു. അഞ്ചാമത്തെ തെളിവായി ധ്രുവ് പറയുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടർമാരെ നീക്കം ചെയ്തതാണ്, അതായത് SIR. അതുവഴി ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെ നീക്കം ചെയ്തില്ല എന്ന് രണ്ടാമത്തെ തെളിവിലൂടെ തന്നെ ധ്രുവ് പറയുന്നുണ്ട്.
ഒപ്പം ഉയർന്ന ആരോപണം യഥാർത്ഥ വോട്ടർമാരെ നീക്കം ചെയ്തു എന്നതാണ്. അതും പ്രതിപക്ഷത്തിന്റെ വോട്ടർമാരെ കൃത്യമായി കണ്ടെത്തി നീക്കം ചെയ്തു. SIR തുടങ്ങുന്നതിന് മുമ്പ് 2025 ജൂണിൽ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ 7.89 കോടി വോട്ടർമാരുണ്ടായിരുന്നു. എന്നാൽ SIRന് ശേഷം അത് 7.42 കോടിയായി മാറി. അതായത് ഏകദേശം 46 മുതൽ 47 ലക്ഷം ആളുകൾ വരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. എന്നാൽ ഇതിലും എത്രയോ കൂടുതൽ ആളുകളുടെ പേരുകൾ വെട്ടിമാറ്റി എന്നതാണ് യാഥാർത്ഥ്യമെന്ന് ധ്രുവ് പറയുന്നു. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ടെക്നിക്കൽ ഗ്രൂപ്പ് ആൻഡ് പോപ്പുലേഷൻ പ്രൊജക്ഷൻസ് അനുസരിച്ച് 2025 സെപ്റ്റംബറിൽ ബീഹാറിൽ 8.22 കോടി വോട്ടർമാർ ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ അന്തിമ വോട്ടർ പട്ടികയിൽ വെറും 7.42 കോടി വോട്ടർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഏകദേശം 80 ലക്ഷം ആളുകളെ കാണാനില്ല. ഇത് വോട്ടർ പട്ടികയുടെ 10% വരും എന്നും ധ്രുവ് രാത്തി ചൂണ്ടിക്കാട്ടുന്നു. ദി വയറിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് SIR വഴി പ്രതിപക്ഷം ശക്തമായതോ അല്ലെങ്കിൽ കടുത്ത മത്സരം നടക്കുന്നതോ ആയ പ്രദേശങ്ങളെയാണ് കൂടുതലായി ലക്ഷ്യം വെച്ചത് എന്നതാണ്. ഉദാഹരണത്തിന് പ്രതിപക്ഷത്തിന് സ്വാധീനമുണ്ടെന്ന് കരുതപ്പെടുന്ന സീമാഞ്ചലിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ പേരുകൾ വെട്ടിമാറ്റി. ഇവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് 7.7% പേരെ നീക്കം ചെയ്തു. മുസ്ലിങ്ങൾ കൂടുതലായി ഒഴിവാക്കപ്പെട്ടുവെന്നും ധ്രുവ് കണക്ക് സഹിതം പറയുന്നു. ആദ്യത്തെ കരട് വോട്ടർ പട്ടികയിൽ പേരുവെട്ടിയ 65 ലക്ഷം പേരിൽ 24.7% മുസ്ലിങ്ങളായിരുന്നു. അതിനുശേഷം അന്തിമ വോട്ടർ പട്ടിക വന്നപ്പോൾ അതിൽ ഏകദേശം 33% മുസ്ലിങ്ങളായിരുന്നു വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായത്. ബീഹാറിൽ മുസ്ലിം ജനസംഖ്യ 16.9% മാത്രമാണ്. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സംഭവിച്ചത് എന്നും ധ്രുവ് രാത്തി ചൂണ്ടിക്കാട്ടുന്നു. സാധാരണയായ പ്രതിപക്ഷത്തിന് കൂടുതലായി വോട്ട് ചെയ്യുന്ന ദളിതർ, ആദിവാസികൾ തുടങ്ങിയ എല്ലാ വിഭാഗം വോട്ടർമാർക്കും ഇത് സംഭവിച്ചു. ആറാമത്തെ തെളിവായി ധ്രുവ് ചൂണ്ടിക്കാട്ടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതെല്ലാം രീതിയിൽ BJPയെ സഹായിക്കുന്നു എന്നത് കൃത്യമായി പുറത്തുവരികയാണ്. BJPക്ക് ഗുണകരമാകുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ പോലും തീരുമാനിക്കുന്നത്. 2021 പശ്ചിമ ബംഗാളിൽ 8 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പല ജില്ലകളിലും 2-3 ദിവസങ്ങളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രചാരണം അവസാനിപ്പിച്ച് പശ്ചിമ ബംഗാളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് ആരോപണം ഉയർന്നിരുന്നു. അതുപോലെ BJP നേതാക്കൾ ആവർത്തിച്ച് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുകയും ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഉദാഹരണം തന്നെ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. നരേന്ദ്രമോദി മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുകയും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നത് മോദി സർക്കാർ തന്നെ ആയതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് ധ്രുവ് രാത്തി ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം നീതിയുക്തമാക്കാൻ 2023 മാർച്ചിൽ സുപ്രീം കോടതി ഒരു സമിതി രൂപീകരിച്ചിരുന്നു. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങിയതായിരുന്നു ഈ സമിതി. ഇവർ ചേർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ മാസങ്ങൾക്ക് ശേഷം 2023 ഡിസംബറിൽ തന്നെ മോദി സർക്കാർ ഒരു പുതിയ ബില്ല് കൊണ്ടുവന്നു. നമുക്കെല്ലാം അറിയാം. അതിൽ ചീഫ് ജസ്റ്റിസിനെ ഈ സമിതിയിൽ നിന്ന് പുറത്താക്കി. പകരം ഒരു കേന്ദ്രമന്ത്രിയെ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതായത് സർക്കാരിന് തങ്ങൾക്കിഷ്ടമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കാം എന്നൊരു സ്ഥിതി വന്നു. ഇനിയൊരു യാദൃച്ഛികതയെക്കുറിച്ചാണ് ധ്രുവ് രാത്തി അടുത്തതായി വീഡിയോയിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ 2025 ജൂൺ 24 ബീഹാറിൽ SIR പ്രഖ്യാപിച്ചു. ഇതിന് തൊട്ടടുത്ത ദിവസം ജൂൺ 25 അദ്ദേഹത്തിന്റെ മരുമകൻ മനീഷ് ബൻസാലിനെ സഹറൻപൂരിലെ DM ആയി നിയമിക്കുന്നു. ഒരു മാസത്തിന് ശേഷം ജൂലൈയിൽ ജ്ഞാനേഷ് കുമാറിന്റെ മകൾ മേധാരൂപത്തെ നോയിഡയിലെ DM ആയി നിയമിക്കുന്നു. ഉത്തർപ്രദേശിലെ ഏറ്റവും ഡിമാൻഡുള്ള പോസ്റ്റാണ് ഇത്. മേധ നോയിഡയിലെ ആദ്യ വനിതാ DM വരെയായി. അതായത് ജ്ഞാനേഷ് കുമാർ SIR നടപ്പിലാക്കുന്നു, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് നല്ല പദവി ലഭിക്കുന്നു. ഇങ്ങനെ 6 തെളിവുകളാണ് ധ്രുവ് മുന്നോട്ട് വെച്ചത്. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല എന്ന ചോദ്യത്തിനും ധ്രുവ് വീഡിയോയിലൂടെ ഉത്തരം പറയുന്നുണ്ട്. നിങ്ങളിൽ ചിലർ ചോദിക്കും, ഇത്രയധികം തെളിവുകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കോടതിയിൽ പോയി കൂടാ എന്നാണ് ധ്രുവിന്റെ ആ വീഡിയോയുടെ ആ ഭാഗത്ത് പറയുന്നത്. വോട്ട് മോഷണത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്തെന്നാൽ ഈ കാര്യത്തിൽ മോദി സർക്കാർ നിയമങ്ങൾ മാറ്റിമറിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമ നടപടികളിൽ നിന്ന് രക്ഷിക്കാൻ 2023 മോദി സർക്കാർ ഒരു ഭേദഗതി കൊണ്ടുവന്നു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിലുള്ള ഏതൊരു പ്രവൃത്തിക്കും
തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കെതിരെ ജീവിതത്തിൽ ഒരിക്കലും കേസെടുക്കാൻ കഴിയില്ല എന്നൊരു പുതിയൊരു വകുപ്പ് ഈ നിയമത്തിൽ ചേർത്തു. ഇനി നിങ്ങൾ തന്നെ പറയൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കെതിരെ കേസെടുക്കാൻ കഴിയില്ലെങ്കിൽ കോടതിയിൽ പോയിട്ട് എന്ത് കാര്യമെന്ന് ധ്രുവ് രാത്തി ചോദിക്കുന്നു. ധ്രുവ് രാത്തി ചൂണ്ടിക്കാണിച്ചതെല്ലാം നമ്മൾ പല ഘട്ടങ്ങളിലായി ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേട്ടതാണ് അല്ലെങ്കിൽ ചർച്ച ചെയ്തതാണ്. പക്ഷേ അതിനെ വളരെ വലിയ റിസർച്ചിലൂടെ ആധികാരികമായി ധ്രുവ് അവതരിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കുന്നത് എന്ന് ഇതോടെ കൂടുതൽ വ്യക്തമാവുകയാണ് ഈ ധ്രുവ് രാത്തിയുടെ വീഡിയോയിലൂടെ. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.